ഹലോ, ലെറ്റ്സ് ഗോ ടു ബാംഗ്ലൂർ. അപ്പോൾ ഇത് ഞങ്ങൾ 5 ഫ്രണ്ട്സ്, ഞങ്ങൾ ആക്ച്വലി കോളേജ് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് എവിടെയെങ്കിലും, ബാംഗ്ലൂരിനൊന്നുമില്ല, എവിടെയെങ്കിലും നമുക്ക് ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ ഒക്ടോബർ 18, 2025 അത് സാധിച്ചു. ഓ മൈ ഗോഡ്. ഷേടാ, അതിപ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കാൻ പറ്റൂ? ഇല്ല, ഇങ്ങനെയുള്ള ഫുട്ടേജസ് അല്ലേ സ്പെഷ്യൽ. അപ്പോൾ ഐശ്വര്യമായിട്ടൊരു ചായ കുടിച്ച് അങ്ങ് തുടങ്ങാം. നാച്ചുറലായിട്ട് എങ്ങനെ വീഡിയോ എടുക്കാം എന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ശ്രീയുടെ വക എല്ലാവർക്കും ഉള്ള എണ്ണം എടുക്കലാണ്. 1 2 3 4. അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പം നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗാധമായ ഡിസ്കഷനിലാണ് ഏത് സൈഡിൽ കൂടെ ഊബർ ചേട്ടൻ വരും. ഫൈനലി നമ്മൾ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ കയറി, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മളൊരു Airbnb ആട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എല്ലാവരും കുറച്ച് ബിസിയാണ് ഗൈസ്, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു Airbnb-ലോട്ട് എത്താൻ. 1.5 1 അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും മറ്റേ മോഷൻ സിക്നസ്സും വയ്യാഴികയും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്നിറങ്ങിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. റൂം ടൂറിൻ്റേതും ഇല്ല. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക ബിറ്റ്സ് ആൻഡ് ഷോട്ട്സ് ഉണ്ട്, അത് നമ്മൾ ഇവിടെ വയ്ക്കാം. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ എല്ലാവരും ഒന്നിച്ചുണ്ടെങ്കിലും ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, പിന്നെ ബാംഗ്ലൂർ തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും ഒന്നിച്ച് വന്ന് ഒത്തുകൂടിയതാണ് ബാംഗ്ലൂർ. എന്തൊക്കെയായാലും ഞങ്ങൾ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഈ കൈ ഒരുങ്ങി കെട്ടി പോകുന്നത് മറ്റൊന്നിനുമല്ല, മേഘന ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. രാവിലെ ചായയും പഴംപൊരിയും കഴിച്ചതേ ഉള്ളൂ. യാത്രാക്ഷീണം വേറെ. പക്ഷേ എല്ലാവരും കണ്ടതിൻ്റെ ഒരു ഇതാകുമ്പോൾ നമുക്ക് ക്ഷീണമെന്ന് പറഞ്ഞിരിക്കത്തില്ലല്ലോ നമ്മൾ. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ചാറ്റലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ചാറ്റലേ കാണത്തുള്ളൂ, പക്ഷേ അല്ല, നല്ല സൂപ്പറായിട്ട് മഴ പെയ്തു. ഓടിയാണ് കടയ്ക്കുള്ളിലോട്ട് കയറിയത്. പിന്നെ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു, സ്വാഭാവികം. അവിടെ നിന്ന് ഇറങ്ങി എപ്പോഴും മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടി മെട്രോയിലെത്തി. അവിടെ നിന്ന് അടുത്ത് ഒരു മിനിറ്റ് ഒന്നും നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓടി മെട്രോയിലെത്തി. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റ് എത്തി. ഇവിടെ നമ്മൾ എന്താ പറയുക കുറച്ച് ബിറ്റ്സ് ആൻഡ് ഷോട്ട്സും പിക്ചേഴ്സും മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മൾ എന്താ പറയുക മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ മെല്ലെ നടക്കാൻ അങ്ങനെയുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു സന്ധ്യ ആകുന്നേരം വരെയും മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തും തോന്നും ഇരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് കുറച്ച് ബോബാറ്റീസ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ കേട്ടോ. അമ്മു പറമ്മു ആ പറ. ഒരു തൈലൻഡ് ചെന്ന ഫീൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കുടിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് നല്ലതാണെന്ന് അല്ലേ. ആൽബു അതെ അമ്മുവിന്റെ സെറ്റ്. ആൽബുന്റെ ഏതാ പേര് പറയുന്നത് നല്ലൊരു എന്തുകൊണ്ട് പച്ചക്കളറൊന്നും പറയാൻ പാടില്ല. അമ്മുവിന്റെ സെലക്ഷൻ പേര് അതുകൊണ്ട് മനസ്സിലാവല്ലോ. നല്ല പേരാ. പിള്ളേർക്കൊക്കെ പെറ്റിനെയും വിടാൻ കൊള്ളാം. ഇതിലും ഭേദമടി ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേ. വലിയ രസമൊന്നുമില്ല. എന്റെ ആണ് ഏറ്റവും ബെസ്റ്റ്. ചോക്ലേറ്റ് ഷേക്ക് കുടിക്കുന്ന അത് പച്ചവെള്ളം കുടിക്കുന്ന. ചുരുക്കം പറഞ്ഞ ഇതും എന്റേതും കൊള്ളാം. ഇതും നിങ്ങളൊക്കെ ഭയങ്കര സ്വീറ്റ് കുടിച്ചിട്ട് പിന്നെ ദാഹിക്കും. ഞങ്ങൾക്ക് അതെ പച്ചവെള്ളം കുടിക്കുന്നോണ്ടിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഷുഗർ കട്ടിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് 189 രൂപ കൊടുത്ത് ഷുഗർ കട്ടായിരുന്നു. ഉച്ചക്ക്
അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡേ ശ്രീയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോബ കൊള്ളാവുന്നത്. ബാക്കി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി അവിടെ ഈ ലൈറ്റ് കണ്ടിട്ട് ഇവിടുത്തെ ഈ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടില്ലേ, ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കുറേ നേരം ഇരുന്നത്. എങ്ങനെ പോയാലും ആ ബോബാറ്റിയുടെ പുറകെ ഒരു 1.5 മണിക്കൂർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന പക്ഷേ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് വലിയ ബൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കണം, വലിയ ബൊക്കെ വേണം എന്നൊക്കെ. പുള്ളിക്കാരുടെ എക്സ്പെക്റ്റേഷന് പറ്റിയ ഒരു വലിയ ബൊക്കയ്ക്ക് ഒരുപാട് വലിയ വില കൊടുക്കേണ്ട വരും. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞൊരു ബൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതെത്ര ഒരു 160 150 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു റേറ്റ്. ഇത് വാങ്ങിച്ച് ഇതാണ് ഞങ്ങൾ ഫൈനലി ചൂസ് ചെയ്ത സാധനം. ബൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊച്ചിനെ സഹായിച്ചു കൊടുക്കണ്ടേ, പക്ഷെ അവൾ തന്നെ പൈസ കൊടുത്ത് അത് വേറെ കാര്യം. 160 കൂടുതലെന്ത് 200 സംതിങ് എന്തോ അടുപ്പിച്ചായിരുന്നു പറഞ്ഞത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് കുറച്ച് 160 ഒപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ ഇതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മുടെ അല്ല, ഷേയുടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. പിന്നെ ഷേ വാങ്ങിച്ച സ്ഥിതിക്ക് നമ്മളെല്ലാവരും അത് വെച്ച് ഫോട്ടോ എടുത്തു. ഷേയുടെ ഫോട്ടോഷൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാമെന്ന് കൊച്ചിൻ്റെ ആഗ്രഹത്തിന് വലിയ ബൊക്കെയൊന്നും കിട്ടിയില്ലെങ്കിലും കുഞ്ഞൊരു ബൊക്കെയൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് സംതൃപ്തി അണഞ്ഞു. അത് തന്നെ എല്ലാം കണ്ടു കെട്ട് നടന്നതല്ലാതെ ഇവിടെ ഞങ്ങൾ അങ്ങനെ കാര്യമായി ഭയങ്കരമായി പർച്ചേസ് ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നൈറ്റ് ആണെങ്കിലും ഇവിടെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഓരോ കടയിലൊക്കെ കയറി ഇങ്ങനെ കണ്ട് കേട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അത്യാവശ്യം നല്ല റേറ്റാണ് ചർച്ച് സ്ട്രീറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പോയിരുന്നു. അത് നിങ്ങൾക്ക് അപ്പം കാണാം. അവിടെ കുറച്ച് അഫോർഡബിൾ ആയിരുന്നു കേട്ടോ റേറ്റ്. ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ടും കൊച്ചിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെ ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ അടുത്ത ഊബർ എടുത്ത് നേരെ തിരിച്ചെത്തി. അപ്പം നമ്മളിനി അടുത്ത എങ്ങോട്ടാ പോകുന്നത്? ശരി, ഒന്നുകൂടെ പറയാം. അടുത്തതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്കൈ ഗാർഡനിൽ പോവാ എന്ന ഇൻട്രോ എടുത്തതാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഒരു എത്രയായിരുന്നു 25 മിനിറ്റോ അങ്ങനെ എന്തോ കാണിച്ചു കേട്ടോ. നമ്മളെല്ലാവരും രാവിലെ തൊട്ട് പോയിൻ്റെ ഒരു ക്ഷീണവും ഇല്ല. അതല്ല സുന്ദര കുട്ടപ്പകളായിട്ട് റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണതാണിത്. ആക്ച്വലി ഇവിടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞങ്ങൾ 10 മണിക്കാണ് ടേബിൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ കൃത്യസമയത്ത് അങ്ങനെ പോകുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് 10 മണിക്കത്തേത് മാറ്റി വീണ്ടും 10:30 ഞങ്ങൾ ഒന്നും കൂടെ ടേബിൾ ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് റൂമിലെത്തി. അപ്പോൾ ഡേ 1 അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.